എന്റെ മോനെ ഇവിടെ എന്താടാ അങ്ങനെ കാട്ടുക? പക്ഷെ ആലോചിച്ചൊക്കെ ദിനം പ്രതി ദിവസം ദിവസം സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക. എടാ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് വലിയ വിഷയമല്ല, പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. ഓക്കെ, ഈ 23 വയസ്സ് 24 25 വയസ്സായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള യുവാക്കൾ എങ്ങനെ മഹർ കൊടുക്കും? അതാണ് ഞാൻ ചിന്തിക്കണത്. എങ്ങനെ മഹർ കൊടുക്കും? അതായത് മഹർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിന്റെ ആ പെൺകുട്ടി എന്താണോ അവകാശപ്പെടുന്നത് ആ സാധനമാണ് നമ്മൾ മഹർ കൊടുക്കേണ്ടി. സ്വാഭാവികമായിട്ട് സ്വർണ്ണമാണ് മഹർ കൊടുക്കല്. ഞാൻ പറയുമ്പോൾ ഇനിയുള്ള പെൺകുട്ടികൾ നമ്മളെ ഭാഗം കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വല്ല ലിപ്സ്റ്റിക്കോ ഒരു ഫുൾ മന്തിയോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ടോപ്പോ ഇങ്ങനത്തെ ഒക്കെ മഹറായിട്ട് ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ എൻഗേജ്മെന്റിന് ഐഫോൺ വേണം. ഓക്കെ, ഞാൻ അത് കഞ്ഞി വർത്താനം പറയണതല്ല. ഒരു പവന് 1,00,000 റുപ്യൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, മെഹറായിട്ട് എനിക്ക് ഒരു ഇത്ര ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ, നിങ്ങൾ എത്ര ലിപ്സ്റ്റിക് ഷെയ്ഡ് പറഞ്ഞോ അത്ര ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ, അല്ലെങ്കിൽ ഒരു ഫുൾ മന്തി, അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സുകൾ, ഇതൊക്കെ മെഹറായിട്ട് കൂട്ടുക. ആണെങ്കിൽ 2 ഗ്രാമൊക്കെ അങ്ങനെ തരാം. അല്ലാതെ പറ്റി എന്താ പോലെ നടക്കണ കൂട്ടിയിട്ട് കൂടണ്ടേ? നമ്മളെപ്പോലെ യുവാക്കൾ ഇത് കല്യാണം നടത്തും വേണം, എല്ലാവർക്കും ചോറും കൊടുക്കണം മെഹറും കൊടുക്കണം. എത്ര പറ്റി കൂട്ടിയിട്ട് കൂടണ്ട മക്കളെ. അപ്പം നിങ്ങൾ നോക്കി കണ്ടിട്ടൊക്കെ മെഹർ നിങ്ങൾ പറയാം. അപ്പം നമുക്ക് അതിനനുസരിച്ച് നിൽക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചിത്രമൊക്കെ തെറ്റിച്ച് കെട്ടാൻ നിൽക്കണോ? പിന്നെ പറ്റിനപ്പോ കെട്ടണ്ടേ? എന്തായാലേ സ്വർണ്ണം ഇങ്ങനെ ആയാല് പുല്ല്.